സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കേസ് ഹൈഡ്രോ കാർബൺസ് ആൽക്കീൻ, ആൽക്കെയിൻ, ആൽക്കൈൻ അങ്ങനെ മൂന്നായി തിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ ബേസിക് ആയിട്ടുള്ള ഈ പാഠത്തിനെ പറ്റി ബേസിക്കായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് ചാപ്റ്ററിൻ്റെ അകത്തേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ചാപ്റ്ററിൻ്റെ അകത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. നമുക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതിന് കാരണം ഞാൻ പറഞ്ഞു, ഇത് ബേസ് നല്ലതുപോലെ അറിയാമെങ്കിൽ മാത്രമേ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എളുപ്പമാകത്തുള്ളൂ. അല്ലാതെ നമുക്ക് പാഠത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഒന്ന് ടഫായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. സോ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് മാക്സിമം ബേസ് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ചാപ്റ്ററിലോട്ട് പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ് മൂന്നായിട്ട് തിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻസ്. സോ അതിനുശേഷം നമുക്ക് ഈ രണ്ട് എക്സാമ്പിൾസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത്. മെയിൻ ചെയിനും ബ്രാഞ്ചുകളും അല്ലേ, മെയിൻ ചെയിൻ്റെയും ബ്രാഞ്ചുകളുടെയും കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു മെയിൻ ചെയിനും ബ്രാഞ്ചുകളും എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു മെയിൻ ചെയിനും ബ്രാഞ്ചുകളെന്ന് പറയുന്ന? സോ ലീനിയറായിട്ട് പോകുന്ന ഈ ഒരു ചെയിനെ മെയിൻ ചെയിൻ എന്നും, എന്നാൽ ലീനിയറായിട്ട് പോകുന്ന ചെയിനിൻ്റെ കൂടെ ആരെങ്കിലും ഒരാൾ കണക്ട് ചെയ്തിരിപ്പുണ്ടെങ്കിൽ അവനെ നമ്മൾ എന്തെന്നും പറയും? ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ശാഖ എന്നും പറയുമെന്ന് നമ്മൾ പറഞ്ഞു. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഇവരെ നെയിമിംഗ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ബ്രാഞ്ചുകളുടെ നെയിമിംഗ് ആണ്. സോ നെയിമിംഗ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. നമുക്കിതാ ഇവിടെ ഒരു ബോക്സ് കിടപ്പുണ്ട്. യെസ്, ഈ ഒരു ബോക്സ് കണ്ടാൽ നിങ്ങൾ ഈ ബോക്സ്. സോ ഈ ബോക്സ് നിങ്ങൾ നോക്കിയോടാ. ഈ മീതൈൽ, ഈതൈൽ, പ്രൊപ്പൈൽ മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. കാരണം പക്ഷേ ഇത് കൂടുതലുണ്ട്. ബ്യൂട്ടൈൽ, പെൻറ്റൈൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും. നമുക്ക് ഈ മൂന്നാൾക്കാർ മാത്രം നോക്കിയാൽ നമുക്ക് മൂന്നാൾക്കാരെ വരത്തുള്ളൂ. ഈ മൂന്നാൾക്കാരും സത്യം പറഞ്ഞാൽ വരത്തില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ ആദ്യത്തെ രണ്ടാൾക്കാരെ വരത്തുള്ളൂ. അതായത് ഇവർ മീതയിലും ഈതയിലും മാത്രം സത്യം പറഞ്ഞാൽ നമുക്ക് പഠിച്ചാൽ മതി. എനിവേ നമുക്ക് മൂന്നെണ്ണം നോക്കാം. അതായത് നമുക്കൊരു മെയിൻ ചെയിൻ്റെ കേസ് പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു മെയിൻ ചെയിൻ വെറുതെ എഴുതാം. സോ എഴുതുന്ന മെയിൻ ചെയിൻ, ഓക്കെ, മെയിൻ ചെയിൻ ഇതാണ്. CH3, CH2, 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 CH3. ഓക്കെ, അതായത് 1, 2, 3, 4 കാർബൺ ആറ്റമുള്ള ഒരു മെയിൻ ചെയിനാണ് ഈ കിടക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. മെയിൻ ചെയിനാണ് ഈ കിടക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട, മെയിൻ ചെയിൻ നമ്മൾ നോക്കുന്ന സമയത്ത് 1, 2, 3, 4 കാർബൺ ആറ്റം അതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ക്ലിയർ ആണേ? ഓക്കെ, ഇനി മെയിൻ ചെയിന് നെയിം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നോക്കേണ്ട എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്ന് നോക്കണം. ഇപ്പോൾ സപ്പോസ് നമുക്ക് മെയിൻ ചെയിന് മാത്രം പേര് കൊടുക്കുന്ന കണക്കുകളുമുണ്ട്, ഈ ബ്രാഞ്ച് അല്ലെങ്കിൽ നമ്മൾ ഈ ശാഖകൾ വരുമ്പോൾ ഉള്ള പേര് കൊടുക്കുന്ന ടോപ്പിക്കുണ്ട്. നമുക്ക് രണ്ടും പഠിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മെയിൻ ചെയിൻ്റെ കേസ്, മെയിൻ ചെയിൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എനിവേ നമുക്കൊന്നുകൂടെ പറയാം. മെയിൻ ചെയിന് പേര് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കാനുള്ള എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ 1, 2, 3, 4 കാർബൺ ആറ്റമാണ് ഈ ചെയിനിലുള്ളത്. സോ 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ബ്യൂട്ട് എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. ഓക്കെ, 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ പേര് തുടങ്ങുന്ന സമയത്ത് ബ്യൂട്ട് എന്ന് പറഞ്ഞ് വേണം തുടങ്ങാൻ. ഇത് ഞാൻ പറഞ്ഞ 1 മുതൽ 9 വരെയുള്ള ഓരോ ആൾക്കാർക്കും ഓരോ പേരുണ്ട്. നമുക്കത് സ്പെഷ്യലായിട്ട് നമുക്ക് പറയാം. ഇപ്പം നിങ്ങൾ ഇത് മാത്രം നോക്കിയോ, 4 പേരുണ്ടെങ്കിൽ ബ്യൂട്ട് എന്ന് പറഞ്ഞ് വേണം തുടങ്ങാൻ. ദെൻ ഇനി നോക്കാതെ ഇത് സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ, അതായത് ആൽക്കേനാണോ ആൽക്കീനാണോ ആൽക്കൈനാണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്കറിയാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്കെയിൻ ആയിരിക്കും അല്ലേ. കാർബണും കാർബണും തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്കെയിൻ ആയിരിക്കും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്കീൻ ആയിരിക്കും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്കൈൻ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ ആൾക്കാരും സിംഗിൾ ബോണ്ടാണ് അല്ലേ. CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3, അതായത് എല്ലാം സിംഗിൾ ബോണ്ടാണ്. സോ ആൽക്കെയിൻ ആണ്. കെയിൻ ആണെങ്കിൽ അവസാനം ആൽക്കെയിൻ എന്ന് എഴുതൂലേ നമ്മൾ, ആൽക്കെയിൻ എന്ന് എഴുതൂലേ, ഈ അവസാനത്തെ ANE ഇല്ലേ, അത് ഇതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം, ANE. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെന്താവും? ബ്യൂട്ടേൻ എന്നാവും. Okay, now this suppose if you double bond just suppose this double bond then alkene ene so idinte kuda ene ezhiyana butene suppose the triple bond ayirunengi yne vechu avasanipichana adayathu butane ennayana appo endalum adu ningal aalochichonam
ബോണ്ടുകളുടെ എണ്ണം അനുസരിച്ചായിരിക്കും അവസാനം നമുക്ക് എന്ത് ചെയ്യേണ്ട, തീർക്കേണ്ട, എങ്ങനെ തീർക്കണം, പേരെങ്ങനെ എഴുതി തീർക്കണം എന്നുള്ള ആലോചിക്കേണ്ട. സോ അതിന് ടെക്സ്റ്റ് കുറച്ച് സഫിക്സ്, റൂട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നമുക്കത് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്കിത് എങ്ങനെ എഴുതണം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ക്ലിയർ ആണേ? നമുക്ക് ആ ഒരു ഇക്വേഷൻ അല്ല നമുക്ക് ആക്ച്വലി ഈ പാഠത്തിൽ പഠിക്കേണ്ട, നമുക്ക് എഴുതുന്ന രീതിയാണ് പഠിക്കേണ്ട. സോ അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, എന്തെന്ന് വരുവാടാ, ബ്യൂട്ടേൻ എന്ന് വരും അല്ലേ, ബ്യൂട്ടേൻ എന്ന് വരും. കാരണം 4 കാർബൺ ആറ്റമാണ്, സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അവസാനം ANH അവസാനിക്കും. സോ ബ്യൂട്ടേൻ എന്നതിൻ്റെ പേര് എഴുതുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി വേറൊരു കേസ് ആലോചിച്ചോളണം. അതായത് ബ്യൂട്ടേൻ എല്ലാം വായിക്കട്ടെ. നമ്മൾ പറഞ്ഞില്ലടാ, ഈ ബ്യൂട്ടേൻ എന്ന പേര് കൊടുത്ത ആ പേര് എവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. സോ ഇതാണ് നമ്മളെ കോഡ്. ഈ കോഡ് അങ്ങ് കാണാതെ പഠിച്ചോളണം. നമുക്കിത് മൊത്തം ഈ കോഡ് വേണം. അതായത് ഒരു കാർബണാറ്റം ഉണ്ടെങ്കിൽ, ഒറ്റ കാർബണാറ്റം ഉണ്ടെങ്കിൽ മെത്ത് വെച്ച് തുടങ്ങും. ഓക്കെ, കാർബണാറ്റത്തിൻ്റെ എണ്ണം 1 ആണെങ്കിൽ നമ്മൾ മെത്ത് വെച്ച് തുടങ്ങും. 2 ആണെങ്കിൽ എത്ത്, ഈത് അല്ലെങ്കിൽ എത്ത് വെച്ച് തുടങ്ങും. 3 ആണെങ്കിൽ പ്രൊപ്പ് വെച്ച് തുടങ്ങും. 4 ആണെങ്കിൽ ബ്യൂട്ട് വെച്ച് തുടങ്ങും. ഇപ്പം കിട്ടിയില്ലേ എങ്ങനെ ബ്യൂട്ടേൻ അവിടെ വന്നെന്ന്? കാരണം നമ്മൾ പറഞ്ഞ നേരത്തെ വരച്ച ചെയിനിൽ 4 കാർബണാറ്റം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ബ്യൂട്ട് വെച്ച് തുടങ്ങിയത്. 5 ആണെങ്കിൽ പെൻറ്റ് വെച്ച് തുടങ്ങും. 6 ആണെങ്കിൽ ഹെപ്റ്റ് വെച്ച് തുടങ്ങും. ഓക്കെ ഹെക്സേൻ, ഒരു സെക്കൻഡ് ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് പറ്റി. 6 ആണെങ്കിൽ ഹെക്സ് ആണ് കേട്ടോ, ഹെക്സ് ആണ്. ഓക്കെ, 6 ആണെങ്കിൽ ഹെക്സ് ആണ്. ഓക്കെ, 6 ആണെങ്കിൽ ഹെക്സ് വെച്ച് തുടങ്ങും. ഹെപ്റ്റ് വരുന്ന 7 ആണ് കേട്ടോ. 7 ആണെങ്കിൽ ഹെപ്റ്റ് വെച്ച് തുടങ്ങും. 8 ആണെങ്കിൽ ഒക്റ്റ് വെച്ച് തുടങ്ങും. നമുക്ക് 8 എന്ന് ആലോചിച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് മാക്സിമം 7 വരെയൊക്കെ വരത്തുള്ളൂ. ഒക്റ്റെന്ന് വന്ന് ഞാൻ ഇതുവരെ കണ്ടില്ല. സോ അപ്പോൾ ആലോചിച്ചോ, ഒരു കാർബണാറ്റാണെങ്കിൽ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ച, ഇപ്പോൾ സപ്പോസ് ഞാൻ വെറുതെ ഒരു ഫോമുല, ഒരു കെമിക്കൽ നെയിം എഴുതാം, CH3 CH2 CH3. ഇതാണ് നമ്മുടെ കെമിക്കൽ, നമ്മളെ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് വിചാരിച്ചോ. എത്ര കാർബണാറ്റം ഉണ്ടാ? 1 കാർബണാറ്റം, 2 കാർബണാറ്റം, 3 കാർബണാറ്റം. 3 കാർബണാറ്റം ഉണ്ടെങ്കിൽ പ്രൊപ്പ്. സോ പ്രൊപ്പ് അതേ കണക്കങ്ങ് എഴുതുക. ഇനി നോക്കണം, ഡബിൾ ബോണ്ടാണ്, സിംഗിൾ ബോണ്ടാണ്, ട്രിപ്പിൾ ബോണ്ടാണ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി എല്ലാത്തിനിടയ്ക്ക് എന്തേ ഉള്ളൂ, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE. സോ പേര് പ്രൊപ്പേൻ. ഐഡിയ ക്ലിയർ ആയ? സോ ഒന്നുകൂടെ കോമ്പൗണ്ട് ഇതാണ്. ഇതാ CH3 CH2 CH3. ഇതാണെന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മളെ കോമ്പൗണ്ട്. ആദ്യം കാർബണാറ്റം എണ്ണിക്കോളണം. 1 2 3 4 5. 5 കാർബണാറ്റം ഉണ്ട്. സോ 5 കാർബണാറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ പെൻറ്റ് വെച്ച് തുടങ്ങണം അല്ലേ, ഇന്നലെ നമ്മൾ പറഞ്ഞ റൂള്. സോ പെൻറ്റ് വെച്ച് തുടങ്ങുക, പെൻറ്റ്. ഇനി ഡബിൾ ബോണ്ടാ, സിംഗിൾ ബോണ്ടാ, ട്രിപ്പിൾ ബോണ്ടാ? എല്ലാത്തിനിടയ്ക്കും സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സോ ആൻസർ പെൻറ്റേൻ. ഇങ്ങനെയാണ് ബ്രാഞ്ചുകളില്ലാത്ത അല്ലെങ്കിൽ ശാഖകളില്ലാത്ത ചെയിന് പേര് കൊടുക്കുന്നത്. ഏകദേശം ഐഡിയ ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു പേരുകൾ കാണാതെ പഠിച്ചോ. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്. അടുത്ത ഒക്റ്റിനാണ്. ഡെക്കാണ് 10ാമത്തെ. നമുക്ക് 10 വേണ്ട, നമുക്ക് ആക്ച്വലി ഈ 7 നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഒരു കാർബണാറ്റം ഉണ്ടെങ്കിൽ മെത്ത്, 2 ഈത് അല്ലെങ്കിൽ എത്ത്, 3 വന്നു കഴിഞ്ഞാൽ പ്രൊപ്പ്, 4 വന്നു കഴിഞ്ഞാൽ ബ്യൂട്ട്, 5 വന്നു കഴിഞ്ഞാൽ പെൻറ്റ്, 6 വന്നു കഴിഞ്ഞാൽ ഹെക്സ്, 7 വന്നു കഴിഞ്ഞാൽ ഹെപ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് വെച്ചേക്കോ. സോ ഇപ്പോൾ നമ്മൾ സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിൻ്റെ പേരല്ലേ നമ്മൾ കൊടുത്തത്. സോ ഇനി നമുക്ക് ഡബിൾ ബോണ്ടുള്ള 2 കോമ്പൗണ്ടിൻ്റെ പേര് എഴുതി നോക്കാം. സെയിം രീതി തന്നെയാണ്. ഞാൻ ഈ നമ്മൾ എഴുതി വെച്ചേക്കുന്ന കോഡ് ഞാൻ മായ്ക്കണം കേട്ടോ. അത് നിങ്ങൾ ഒന്ന് മനസ്സിൽ ആലോചിച്ച് വെച്ചേക്കണം. കാർബണാറ്റം വരുമ്പോൾ പേര് എങ്ങനെയൊക്കെ വരുമെന്ന് ആലോചിച്ചോളണം. അത് നമുക്ക് കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. വേറെ ഓപ്ഷനൊന്നുമില്ല, കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. സോ ഇവിടെ ഓക്കെ, ഒന്നുകൂടെ മൊത്തം റൈസ് ചെയ്യാം. ഇനി നമുക്ക് പേന മാറ്റാം. ഡബിൾ ബോണ്ടുള്ള ഒരു കോമ്പൗണ്ട് എഴുതി നോക്കാം. ഓക്കെ, സോ കോമ്പൗണ്ട് ഇതാണ്. CH3 CH
ഇവിടെ ഡബിൾ ബോണ്ട് വരും കേട്ടോ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും, ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടെ സി എച്ച് തന്നെ, ഇവിടെ സി എച്ച് തന്നെ. ഒരു സെക്കൻഡ്, എന്നാലേ നമ്മൾ കോമ്പൗണ്ട് കറക്റ്റ് ആകത്തുള്ളൂ, നമുക്ക് എന്നാലേ നമ്മളെ കോമ്പൗണ്ട് കറക്റ്റ് വരത്തുള്ളൂ. സോ സി എച്ച് 3 കറക്റ്റാണോ നോക്കാം. 3 ഹൈഡ്രജൻ, തന്നെ ഒരു വാലൻസി 1 2 3 4 1 2 4 എസ് കറക്റ്റാണ്. ഇതാണ് നമ്മളെ കോമ്പൗണ്ട്. സോ ആദ്യം എപ്പോഴും പരിപാടി ഇത് തന്നെയാണ്. ആദ്യം എത്രയാണ് പേര് കൊടുക്കുക, എത്ര കാർബൺ ഉണ്ട് എന്ന് നോക്കുക. ഇതിപ്പോൾ നമ്മൾ ബേസിക് ലെവലാണ് ഈ നോക്കുന്നത്. ഇതിൽ തന്നെ ചെറിയൊരു മാറ്റം നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കാരണം നമ്മൾ സാധാരണ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടോ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിനോ പേര് കൊടുക്കുന്ന സമയത്ത് ഈ ബോണ്ട് ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ സംയുക്തത്തിൻ്റെ അവിടെ അകത്ത് എവിടെയാണ് എന്ന് നമ്മൾ എടുത്തു പറയണം. നമുക്ക് തൽക്കാലം അടുത്ത അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം വെച്ച് നമുക്ക് പഠിക്കാം. സോ ആദ്യം കാർബൺ ആറ്റം, എത്ര കാർബൺ ആറ്റം? 1 2 3 4 കാർബൺ ആറ്റം ഉണ്ട്. 4 കാർബൺ ആറ്റം ഉള്ളപ്പോൾ നമ്മൾ ബ്യൂട്ട് വെച്ച് തുടങ്ങും നമ്മൾ പറഞ്ഞു, കുറച്ച് മുമ്പുള്ള കോഡ് എഴുതിയായിരുന്നു. സോ ബ്യൂട്ട് അതേണൊക്കെ എഴുതുക. ഇനി ഇതിൻ്റെ അകത്ത് സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ ട്രിപ്പിൾ ബോണ്ടാണോ? ഡബിൾ ബോണ്ട് ഇല്ലടാ, ഞാൻ പറഞ്ഞു ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് ഡബിൾ ബോണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വന്നാൽ മതി, ട്രിപ്പിൾ ബോണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വന്നാൽ മതി. എന്നാലും നമ്മൾ കംപ്ലീറ്റ് എന്തായിട്ട് മാറും? ഇപ്പോൾ ഡബിൾ ബോണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അത് ഈ തീനായിട്ട് മാറും. ട്രിപ്പിൾ ബോണ്ട് എവിടെയെങ്കിലും ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ അത് ഈ തൈനായിട്ട് മാറും. അപ്പോൾ ആലോചിച്ച് കൊള്ളണം, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഡബിൾ ബോണ്ട് വന്നാൽ മതി. അപ്പോൾ ഈ കോമ്പൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ലേ, ഈ സി എച്ചിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ഉണ്ടല്ലേ, അവിടെ ഡബിൾ ബോണ്ട് വന്നുകൊണ്ട് ഇത് എന്തായിട്ട് മാറും? ഈതീനായിട്ട് മാറും. അപ്പോൾ അവസാനത്തെ 3 ലെറ്റർ അങ്ങ് എടുക്കുക, ENE. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? ബ്യൂട്ടീനാണ്. പക്ഷേ ഒരു കേസ് ആലോചിച്ചോളണം, ഞാൻ പറഞ്ഞു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ടിനെ പറ്റി പറയുന്ന സമയത്ത് എവിടെയാണ് ബോണ്ടെന്ന് എടുത്ത് പറയണം. പക്ഷേ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിലോട്ട് നമുക്ക് കവർ ചെയ്യാം. ഇപ്പം നിങ്ങൾ ബേസിക് ആയിട്ട് അങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളെ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ 3 ആൾക്കാർക്ക് പേര് കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചേക്കുക. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് പയ്യെ വേറെ സംഭവം നോക്കാം. ഇനി നമ്മൾ ഇപ്പോൾ നോക്കിയതെല്ലാം മെയിൻ ചെയിൻ ആയിരുന്നു. ഇപ്പോഴത്തെ എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ മതി, ഒറ്റ ചെയിനുള്ള കാര്യം മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒരു സ്ട്രെയിറ്റ് ചെയിൻ്റെ കാര്യം, ഇങ്ങനെ സ്ട്രെയിറ്റ് പോകുന്നൊരു ചെയിൻ്റെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞില്ലേ സ്ട്രെയിറ്റ് തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്രാഞ്ചസ് വരും അല്ലെങ്കിൽ ശാഖകൾ വരും നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ അങ്ങനെ ശാഖകൾ വരുന്ന സമയത്ത് ചെറിയൊരു വേരിയേഷൻ വരും. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ അതിനു വേണ്ടി നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ ഒരു ബോക്സ് കണ്ടടാ, ഈ ഒരു ബോക്സ് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ഈ ബോക്സ് ഓക്കെ, ഈ ബോക്സിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയോ, ആദ്യം കിടക്കുന്നവൻ്റെ പേര് മീഥൈൽ എന്നാണ്, സെക്കൻഡ് ഈഥൈൽ എന്നാണ് അല്ലേ. നിങ്ങൾ പ്രൊപ്പൈൽ വെറുതെ നോക്കി വെച്ചാൽ മതി, പ്രൊപ്പൈൽ വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. എപ്പോഴും ഈഥൈലുമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. കാരണം അതാണ് കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പം. കാരണം പ്രൊപ്പൈൽ ബ്രാഞ്ചായിട്ട് ശാഖയായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം പേര് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഈഥൈലോ വരാനേ സാധ്യതയുള്ളൂ. എനിവേ മീഥൈലാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലടാ, ഈ വരുന്ന മെയിൻ ചെയിനിൽ ബ്രാഞ്ചുകൾ വരുമെന്ന്. ഈ ബ്രാഞ്ച് നമ്മൾ ഈ കിടക്കുന്ന ആൾക്കാരെല്ലാം ബ്രാഞ്ചുകളാണ് കേട്ടോ, ബ്രാഞ്ചായിട്ട് വരുന്ന ആൾക്കാരാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന ബ്രാഞ്ചിൽ CH3 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മീഥൈൽ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു മെയിൻ ബ്രാഞ്ച് വരച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെയിൻ ചെയിൻ വരച്ച് കഴിഞ്ഞാൽ ചെയിനിൽ കിടക്കുന്നത് CH3 ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് വെച്ച് തുടങ്ങും, മീഥൈൽ എന്ന് പറഞ്ഞ് വേണം തുടങ്ങാൻ. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ കിടക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മളതാ ഈ ബ്രാഞ്ചിൽ കിടക്കുന്ന ആൾ CH3 അല്ലെന്ന് വിചാരിക്കാം. ഈ ബ്രാഞ്ചിൽ കിടക്കുന്ന ആൾ സപ്പോസ് ആ ബ്രാഞ്ചിൽ കിടക്കുന്ന ആൾ ആര് CH2 ആണ്, CH3 എനിവേ CH3 ആണെന്ന് വയ്ക്കുക. നേരത്തെ കിടന്നത് CH3 മാത്രമായിരുന്നു അല്ലേ, എന്നാൽ ഇപ്പോൾ കിടക്കുന്നത് CH3യും CH2 ആണ് ആ ബ്രാഞ്ചിൽ കിടക്കുന്നത് അല്ലെങ്കിൽ ആ ശാഖയിൽ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ഈഥൈൽ എന്ന് വിളിക്കും. ഒരു ഐഡിയ ക്ലിയറായി? മെയിൻ ചെയിനും സബ് ചെയിനും അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ശാഖകളും ഉണ്ട്. ശാഖയ്ക്കകത്ത് CH3 മാത്രമാണ് കിടക്കുന്നതെങ്കിൽ മീഥൈൽ എന്നും, എന്നാൽ CH3 CH2 ആണ് കിടക്കുന്നതെങ്കിൽ ഈഥൈൽ എന്നും വിളിക്കും. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്.
ബ്രാഞ്ചായിട്ട് അല്ലെങ്കിൽ എന്താ നമ്മുടെ എന്തായിട്ട് ശാഖയായിട്ട് CH3 കിടക്കുന്നെങ്കിൽ നമ്മൾ എന്ന് വിളിക്കൂടാ, മീതൈൽ എന്നാണ് വിളിക്കുന്നത് അല്ലേ, മീതൈൽ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇതാ കിടക്കുന്നു CH2CH3, നമുക്ക് തിരിച്ചു എഴുതും കേട്ടോ, CH3CH2 അല്ലെങ്കിൽ CH2CH3 രണ്ടും എഴുതും. അത് നിങ്ങൾ വാലൻസി അടിസ്ഥാനപ്പെടുത്തി കൊടുത്തോളണം. സാധാരണ ഗതി CH2CH3 ആണ് വരുന്നത്. എനിവേ നമുക്കിവിടെ CH2CH3 തന്നെ ആക്കാൻ കുഴപ്പമില്ല. CH2CH3 ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തെന്നും പറയും, ഈഥൈൽ എന്നും പറയും. ഇതാണ് നിങ്ങൾ രണ്ടാമത് മനസ്സിലാക്കി വെച്ചേക്കുന്ന റൂള്. സോ 2 റൂള് നമ്മളിപ്പോൾ പഠിച്ചു. പഠിച്ച റൂൾ ഇത്രയൊക്കെയായിരുന്നു. എന്തൊക്കെയായിരുന്നു റൂൾ നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മൾ പറഞ്ഞ റൂളെന്ന് പറയുന്ന എന്തായിരുന്നടാ? ആദ്യം നമ്മൾ പറഞ്ഞു മെയിൻ ചെയിന് പേര് കൊടുക്കുന്ന രീതിയാണ് പറഞ്ഞത്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമുക്കറിയാം, 1 ആണെങ്കിൽ മെത്ത് വെച്ച് തുടങ്ങും, 2 ആണെങ്കിൽ എന്തെന്ന് തുടങ്ങൂടാ, ഈത് വെച്ച് തുടങ്ങും, 3 ആണെങ്കിൽ പ്രൊപ്പ് വെച്ച് തുടങ്ങും, 4 ആണെങ്കിൽ ബ്യൂട്ട് വെച്ച് തുടങ്ങും, ബ്യൂട്ട് വെച്ച് തുടങ്ങും, 5 ആണെങ്കിൽ പെൻറ്റ് വെച്ച് തുടങ്ങും, 6 ആണെങ്കിൽ എന്ത് വെച്ചിടാ, ഹെക്സ് വെച്ച് തുടങ്ങും, 7 ആണെങ്കിൽ ഹെപ്റ്റ് വെച്ച് തുടങ്ങും. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ റൂള്. ഇനി ഇതിൻ്റെ സിമ്പിളായിട്ട് അവസാനം ഒന്നെങ്കിൽ ANE വരും, അല്ലെങ്കിൽ ENE വരും, അല്ലെങ്കിൽ YNE വരും. ഇതിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE വെച്ച് അവസാനിപ്പിക്കും, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE വെച്ച് അവസാനിപ്പിക്കും, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE വെച്ച് അവസാനിക്കും. ഇപ്പം മീതേൻ സിംഗിൾ ബോണ്ട്, മെത്ത് വന്നു, ഒരു കാർബണാറ്റേ ഉള്ളൂ, പക്ഷേ സിംഗിൾ ബോണ്ട് അതിൻ്റെ അകത്തുള്ള എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ പേര് മീതേൻ എന്നാവും. ഇപ്പം അതിൻ്റെ അകത്ത് ഇപ്പം അവിടെ ഒരു കാർബണാറ്റം തന്നെയാണ്, പക്ഷേ ഡബിൾ ബോണ്ട് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും, മീതീനായിട്ട് മാറും. ഇവിടെയും സെയിം പരിപാടി. ഇപ്പോൾ 2 കാർബണാറ്റം ഉണ്ട്, അപ്പോൾ ഈത് വെച്ച് തുടങ്ങും. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളെങ്കിൽ ഈതേൻ, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഈതീൻ, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഈതൈൻ. സെയിം തന്നെയാണ് എല്ലാവർക്കും. ഇപ്പോൾ 5 കാർബണാറ്റം ഉണ്ട്, പെൻറ്റ് വെച്ച് തുടങ്ങും. അതിൻ്റെ അകത്തുള്ള എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ പെൻറ്റേൻ. എല്ലാം എവിടെയെങ്കിലും ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ എന്തായിട്ട് മാറും, പെൻറ്റീൻ. എവിടെയെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ പെൻറ്റൈൻ ആയിട്ട് മാറും. സോ ബേസിക് ആയിട്ടുള്ള റൂൾ ഇത്രയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങൾ ബ്രാഞ്ചുകളുടെ കാര്യങ്ങളായിരുന്നു. ബ്രാഞ്ചുകൾ നമ്മൾ 2 പറഞ്ഞോളൂ, CH3 പറഞ്ഞു, CH2CH3 പറഞ്ഞു. ഓക്കെ, അപ്പോൾ ശാഖയായിട്ട് വരുന്ന ആൾ CH3 ആണെങ്കിൽ മീതൈൽ എന്നും, ശാഖയായിട്ട് വരുന്ന ആൾ CH2CH3 ആണെങ്കിൽ ഈതൈൽ എന്നും പറയുമെന്ന് നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണേ? സംശയമില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് ബേസിക് നെയിമിങ് ചെയ്യുന്നതിന് മുമ്പേ ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ. സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെയിമിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, നമുക്ക് നെയിം ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമുക്ക് ആയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി മെയിൻ ചെയിൻ്റെ നെയിമിങ് കാര്യങ്ങൾ നമ്മൾ നോക്കി. അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് അതിൻ്റെ അകത്ത് നോക്കാൻ കാര്യങ്ങളൊന്നുമില്ല. സോ ഇനി നമുക്ക് നേരെ എന്തിലോട്ട് പോവാം, നെയിമിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ട് പോവാം. ശരി.